കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ ഈ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അവിടുത്തെ ഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കർത്താവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ ധ്യാനത്തിൻ്റെ 2ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി നമ്മൾ എന്തിനെ കുറിച്ചാണ് ചിന്തിച്ചത്? ഓർമ്മയുണ്ടോ? ഒരു 3 ചോദ്യം ചോദിച്ചാണ് നമ്മൾ ആരംഭിച്ചത്, അല്ലേ? ഏതൊക്കെയാണ് ചോദ്യങ്ങൾ? ഒന്നാമത്തെ ചോദ്യം, നീ എവിടെയാണ്? ആദത്തോട് ദൈവം ചോദിച്ച ചോദ്യം, ആദം നീ എവിടെയാണ്? 2ാമത്തെ ചോദ്യം, ഹാഗാറിനോട് കർത്താവിന്റെ ദൂതൻ ചോദിച്ച ചോദ്യങ്ങളാണ് 2ഉം 3ഉം, അല്ലേ? ഏതൊക്കെയാ? നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, അല്ലേ? നമ്മുടെ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിലെ അവസ്ഥ, ഇനി നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? ഈ 3 ചോദ്യങ്ങൾ ചോദിച്ചാണ് ഇന്നലെ നമ്മൾ ധ്യാനം ആരംഭിച്ചത്. എന്നിട്ട് നമ്മൾ പറഞ്ഞു വെച്ചു, നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവാനുഭവം സ്വന്തമാക്കാൻ നമുക്ക് പറ്റണം. എന്നും നിലനിൽക്കുന്ന ഒരു ദൈവാനുഭവം സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കണം. ആ ദൈവാനുഭവത്തെ നമ്മൾ എന്ത് പേരിട്ടാ വിളിച്ചത്? എൽറോയി അനുഭവം, അല്ലേ? എന്നെ കാണുന്നവനായ കർത്താവിനെ ഞാനും ഇവിടെ വെച്ച് കണ്ടുമുട്ടിയിരിക്കും. അതാണ് എൽറോയി അനുഭവം. നമ്മൾ അർപ്പിക്കുന്ന ഓരോ പരിശുദ്ധ കുർബാനയിലും, നമ്മൾ ഓരോ തവണയും വചനം വായിക്കുമ്പോഴും, നമ്മൾ പങ്കെടുക്കുന്ന ഓരോ കൂദാശയിലും ഈ കർത്താവിനെ കണ്ടുമുട്ടുവാൻ കഴിയുന്ന തരത്തിൽ ഒരു എൽറോയി അനുഭവം സ്വന്തമാക്കാൻ നമുക്ക് കഴിയണം. അതിന് 2 എളുപ്പ വഴികൾ നമ്മൾ കണ്ടു ഇന്നലെ. എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തത്, നന്ദി പറയണം. ദൈവം ചെയ്തു തരുന്ന എല്ലാ നന്മകൾക്കും, ചെറുതും വലുതുമായ എല്ലാ നന്മകൾക്കും നിരന്തരം നന്ദി പറയുവാൻ നമുക്ക് സാധിക്കണം. നന്ദി പറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പെറുപെറുപ്പ് ആരംഭിക്കും, അല്ലെ? ഗുഗുത്സോ, എപ്പം നോക്കിയാലും ഗുഗുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ ഗുഗുത്സവം മാറിക്കിട്ടണമെങ്കിൽ, ഈ പെറുപെറുപ്പ് മാറിക്കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്ദി പറയണം. ദൈവം ചെയ്തു തരുന്ന സകല നന്മകൾക്കും നമുക്ക് നന്ദി പറയാൻ കഴിയണം. പിന്നീട് നന്ദി പറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പിന്നീട് നന്മകളില്ലെങ്കിലും നമുക്ക് നന്ദി പറയുവാനായിട്ട് കഴിയും. അപ്പൊ ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞതുപോലെ നമുക്കും പറയാൻ പറ്റും. അത്തിവൃക്ഷം പൂത്തില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലാതായാലും, ഒലിവ് മരത്തിൽ കായ്കളില്ലെങ്കിലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടമാലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും, കർത്താവിൽ ഞാൻ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. ജീവിതത്തിന്റെ എല്ലാ അവസ്ഥയിലും, സങ്കടങ്ങളിലും, സന്തോഷത്തിലും, വേദനയിലും, നിരാശയിലും ഒക്കെ ദൈവത്തിന് നന്ദി പറയുന്ന ജീവിതമായി മാറുമ്പോൾ കർത്താവിൽ നമുക്ക് ആനന്ദിക്കുവാനായിട്ട് സാധിക്കും. 2ാമത്തെ എന്തായിരുന്നു മാർഗം? കർത്താവിന് കൊടുക്കാനുള്ളത് യാതൊരു മടിയും കൂടാതെ കർത്താവിന് കൊടുക്കണം. നമ്മുടെ സമയവും സമ്പത്തും ആരോഗ്യവും എല്ലാം കർത്താവിന് കൊടുക്കണം. കർത്താവിന് കൊടുത്തത് പാഴായി പോയി എന്ന് പരിതപിക്കാൻ ജീവിതത്തിൽ ഒരിക്കലും ഇടയാകരുത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്ന് നമ്മൾ മറ്റൊരു പേരിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. പഴയ നിയമത്തിലെ ജോസഫിനെ പരിചയമുണ്ടോ എല്ലാവർക്കും? ഉണ്ടോ? പൂർവ്വപിതാവായ ജോസഫ്. ഈ ജോസഫിന് ജോസഫ് എന്നല്ലാതെ മറ്റൊരു പേരുണ്ട്. എന്താണെന്നറിയാമോ? ഈ ജോസഫിന് ജോസഫ് എന്നല്ലാതെ മറ്റൊരു പേരുണ്ട്. ആർക്കെങ്കിലും അറിയാമോ? നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ അങ്ങനൊരു പേര്? ഉണ്ടോ? കുറച്ച് മറുപടി പറ.
ഇല്ല. എന്നാൽ പഴയ നിയമത്തിലെ ജോസഫിന് മറ്റൊരു പേര് കൂടെയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിന്റെ 45 വാക്യത്തിലാണ് നമ്മൾ ആ പേര് കാണുക. ആ പേര് ഇങ്ങനെയാണ്, സാഫ്നത്ത് ഫാനയ. എന്താണ് പേര്? സാഫ്നത്ത് ഫാനയ. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പേര്? ബൈബിളിലുണ്ട് കേട്ടോ. പിന്നെ പോയിരുന്ന് നന്നായിട്ട് ആ ഭാഗമൊക്കെ ഒന്ന് വായിക്കണം. ഇത് പഴയ നിയമത്തിലെ ജോസഫിന്റെ പേരാണ്, സാഫ്നത്ത് ഫാനയ. ഈ പേര് ജോസഫിന് നൽകിയത് ആരാന്നറിയാമോ? ഈജിപ്തിന്റെ ഭരണാധികാരിയായ ഫറവോയാണ് ജോസഫിന് ഈ പേര് നൽകിയത്. ഇത് നൽകാൻ ഒരു കാരണമുണ്ട്. ജോസഫിന്റെ ജീവിതം നമുക്കറിയാം അല്ലേ? അപ്പം യാക്കോബിന്റെ 12 മക്കളിൽ ഒരുവനാണ് ജോസഫ്. അപ്പന് ഈ ജോസഫിനോട് മറ്റു മക്കളെക്കാൾ ഒരല്പം സ്നേഹം കൂടുതലായിരുന്നു. പക്ഷെ ഇത് കൂടെയുള്ള സഹോദരങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നു. അങ്ങനെ അവരെന്ത് ചെയ്യുകയാണ്? അവനെ ഒരു ദിവസം ആട് മേയ്ക്കാൻ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവനെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടേക്കാണ്. അങ്ങനെ 17-ാമത്തെ വയസ്സിൽ ഈ ജോസഫ് സ്വന്തം ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. സഹോദരന്മാരാൽ വെറുക്കപ്പെട്ട് അവനൊരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടപ്പെട്ടു. വീണ്ടും അവിടെ നിന്ന് അതുവഴി കടന്നുപോയ മിദിയാൻകാർക്ക് 20 വെള്ളിക്കാശിന് അവർ ഈ ജോസഫിനെ വിൽക്കുകയാണ്. അങ്ങനെ ഈ മിദിയാൻകാര് ഈ ജോസഫ് എന്ന ചെറുപ്പക്കാരനെ കൂട്ടി ഈ 17 വയസ്സ് പ്രായമുള്ള ഈ ബാലനായ ജോസഫിനെ കൂട്ടി അവർ ഈജിപ്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഈജിപ്തിൽ ചെന്ന് ഈജിപ്തിന്റെ അടിമപ്പാളയത്തിൽ അവർ ജോസഫിനെ കൊണ്ടു ചെന്നാക്കി. അങ്ങനെ അടിമകളെ വിൽക്കുന്ന ഇടത്ത് ജോസഫ് എത്തിപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൊത്തിഫർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഫറവോയുടെ സൈന്യാധിപന്മാരിൽ ഒരുവനായ പൊത്തിഫർ ഈജിപ്തിന്റെ അടിമപ്പാളയത്തിലേക്ക് കടന്നു വന്നു. അവിടെ നിന്ന് ജോസഫിനെ വിലയ്ക്ക് വാങ്ങി ഈ പൊത്തിഫർ തന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും. അങ്ങനെ പൊത്തിഫറിന്റെ ഭവനത്തിൽ ജോസഫ് എത്തിപ്പെട്ടു. ഈ ജോസഫിന്റെ ജീവിതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സ്വന്തം ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവൻ, സഹോദരന്മാരാൽ വെറുക്കപ്പെട്ടവൻ, ഈജിപ്തിന്റെ അടിമപ്പാളയത്തിൽ വെറും ഒരു അടിമയെ പോലെ വിൽക്കപ്പെട്ടവൻ. പക്ഷെ അവിടെയൊക്കെ ദൈവത്തിന്റെ വചനം ജോസഫിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ജോസഫിന്റെ ജീവിതത്തെ കുറിച്ച് വചനം പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നുപോയൊരു മനുഷ്യനാണ് ജോസഫ്. പക്ഷെ അവിടെയൊക്കെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനി ഈ പൊത്തിഫറിന്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് ജോസഫിനെ ആക്കി. അങ്ങനെ ഈ പൊത്തിഫർ ഈ അടിമച്ചെറുക്കന്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുവാനും ഒക്കെ നിരീക്ഷിക്കുവാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ജോസഫിന്റെ ജീവിതത്തെ വിലയിരുത്തിയ, നിരീക്ഷിച്ച ഈ പൊത്തിഫറിന് ഒരു കാര്യം മനസ്സിലായി. എന്തായിരിക്കും? അവിടെ വചനം ഇങ്ങനെയാണ് പറയുക. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 39 അധ്യായം 2 തിരുവചനം. കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ് ഉണ്ടായി എന്നാണ് വചനം പറയുക. കർത്താവ് ആരുടെ കൂടെ ഉണ്ടായിരുന്നു? ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ് ഉണ്ടായി. തൊട്ടടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുക, ഇത് പൊത്തിഫറിന് മനസ്സിലായി. ഏതാണ്? ജോസഫിന്റെ കൂടെ കർത്താവ് ഉണ്ടെന്നും ജോസഫ് ചെയ്യുന്ന സകല കാര്യങ്ങളും ദൈവം ശുഭകരമാക്കി തീർക്കുന്നു, അനുഗ്രഹപ്രദമാക്കി തീർക്കുന്നുവെന്ന് പൊത്തിഫറിന് മനസ്സിലായി. അവിടെ വചനം എങ്ങനെയാണ്? ശ്രദ്ധിച്ചു കേൾക്കാം. 3-ാമത്തെ വാക്യം. കർത്താവ് അവന്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നുവെന്നും അവന്റെ യജമാനന് മനസ്സിലായി. അടുത്ത വാക്യം. അവൻ യജമാനന്റെ പ്രീതിക്ക് പാത്രമായി. അവൻ പൊത്തിഫറിനെ ശുശ്രൂഷിച്ചു. തന്റെ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെയും ചുമതലയും അവൻ ജോസഫിനെ ഏൽപ്പിച്ചു. അപ്പോൾ എന്താണ്? ജോസഫിന്റെ കൂടെ കർത്താവ് ഉണ്ടെന്നും ജോസഫ് ചെയ്യുന്ന സകല കാര്യങ്ങളും ദൈവം മംഗളകരമാക്കി തീർക്കുന്നുവെന്നും മനസ്സിലായ പൊത്തിഫർ എന്ത് ചെയ്തു? തന്റെ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള സകലതിന്റെയും ചുമതല ആരെ ഏൽപ്പിച്ചു? ജോസഫിനെ ഏൽപ്പിച്ചു.
എന്തായിരിക്കും കാരണം? ജോസഫിന്റെ കൂടെ ആരുണ്ട്? കർത്താവുണ്ട്. അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുക: ആ ഈജിപ്തുകാരൻ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവന്റെ വീടിനെ അനുഗ്രഹിച്ചു. അവന്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിന്റെയും മേൽ കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടായി. ആ ഈജിപ്തുകാരൻ തന്റെ വീടിന്റെ ചുമതലയും തനിക്കുള്ള സകലതിന്റെയും മേൽനോട്ടവും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ എന്ത് ചെയ്തു? ജോസഫിനെ ഓർത്ത് കർത്താവ് ആരെ അനുഗ്രഹിച്ചു? പൊത്തിഫറിനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് പൊത്തിഫറിനെ അനുഗ്രഹിച്ച ദൈവം. പ്രിയമുള്ളവരെ, ഇതാണ് ഇന്ന് നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുക. നമ്മൾ ഒരാള് വിശുദ്ധിയോടെ ജീവിച്ചാൽ ഞാൻ എന്ന വ്യക്തിയെ പ്രതി, നീ എന്ന വ്യക്തിയെ പ്രതി മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. അബ്രഹാത്തെ ദൈവം വിളിക്കുമ്പോൾ അബ്രഹാമിനോട് എന്താണ് പറയുക? നീ ഒരു അനുഗ്രഹമാണ്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നിലൂടെ ഈ ഭൂമുഖം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. നമ്മളെയും ദൈവം വിളിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു അനുഗ്രഹമായി മാറുവാനും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറാൻ, ദൈവത്തിന്റെ അനുഗ്രഹം സ്വന്തമാക്കാനും ആ അനുഗ്രഹം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുവാനും വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ഇനി തീരുന്നില്ല. അങ്ങനെ പൊത്തിഫറിന്റെ ഭവനത്തിൽ നിന്ന് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഈ ജോസഫ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുക. അവിടെ കിടന്ന് പിന്നീട് സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ച് അവസാനം ഫറവോയുടെ കൊട്ടാരത്തിൽ ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ വരെ എത്തിച്ചേരുക. അങ്ങനെ ഫറവോയുടെ കൊട്ടാരത്തിൽ ഈ ജോസഫ് എത്തിപ്പെട്ടു. അവിടെയും ഫറവോ ജോസഫിന്റെ ജീവിതത്തെ നിരീക്ഷിച്ചു. ഫറവോയ്ക്കും ജോസഫിന്റെ ജീവിതത്തെ കുറിച്ച് ഒരു കാര്യം മനസ്സിലായി. 41 അധ്യായത്തിന്റെ 38 തിരുവചനം. ഇവിടെ വചനം ഇങ്ങനെയാണ് പറയുക: ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഈ ജോസഫിനെ പോലെ മറ്റൊരു മനുഷ്യനെ ഈ ഈജിപ്തിൽ എവിടെയെങ്കിലും കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുമോ എന്നാണ് ഫറവോ ജനത്തോട് ചോദിക്കുക. നമ്മുടെ ജീവിതം കണ്ടിട്ട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ കുടികൊള്ളുന്നുണ്ട് എന്ന് നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവൃത്തികളും കണ്ടിട്ട് ആരെങ്കിലും ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ ജോസഫിന്റെ ജീവിതം കണ്ട പൊത്തിഫർ പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന മനുഷ്യനാണ്, ഇവനെ പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ സാധിക്കുമോ? എന്നിട്ട് ഈ ഫറവോയാണ് ജോസഫിന് ഒരു പുതിയ പേര് കൊടുക്കുന്നത്, നിസാഫ്നത്ത് ഫാനയ. ജോസഫിന് പുതിയ പേര് കൊടുക്കുകയാണ്, അവൻ സാഫ്നത്ത് ഫാനയാണ്. എന്താ സാഫ്നത്ത് ഫാന എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? ദൈവം പറയുന്നു, അവൻ ജീവിക്കുന്നു. ഇതാണ് സാഫ്നത്ത് ഫാനയ എന്ന വാക്കിന്റെ അർത്ഥം. ദൈവം പറയുന്നു, ജോസഫ് ജീവിക്കുന്നു. ഇന്ന് ഈ പെരുന്നാളിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമുള്ളൂ: ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച്, ദൈവത്തിന്റെ വാക്കനുസരിച്ച് ജീവിക്കുന്നവരായി നമ്മൾ മാറണം. നമ്മൾ ജീവിതത്തിൽ ഒരു സാഫ്നത്ത് ഫാനയായി മാറണം. ദൈവത്തിന്റെ വാക്കനുസരിച്ച്, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി മാറുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തോട് ഒരു ആലോചന ചോദിച്ചിട്ടാണോ ചെയ്യുക? ദൈവത്തിന്റെ വാക്കനുസരിച്ചിട്ടാണോ നമ്മൾ ഏത് കാര്യവും ചെയ്യുന്നത്? ഇല്ല എങ്കിൽ ഇന്നു മുതൽ നീ ഒരു സാഫ്നത്ത് ഫാനയായി മാറാൻ പരിശ്രമിക്കണം. ദൈവം പറയുന്നു, ഞാൻ ജീവിക്കുന്നുവെന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കണം. അപ്പോഴാണ് ഈ തിരുനാള് അർത്ഥപൂർണമായിട്ട് ആഘോഷിച്ചു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും. ദൈവം പറയുന്നു, ഞാൻ ജീവിക്കുന്നു. ഇതാണ് സാഫ്നത്ത് ഫാന. പ്രിയമുള്ളവരെ, ഈ തിരുനാളിന്റെ 2-ാം ദിവസം ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നതാണ്, നീ ഒരു സാഫ്നത്ത് ഫാനയാണ്. നിന്റെ ജീവിതത്തിൽ ദൈവം പറയുന്നതനുസരിച്ച് ജീവിക്കുവാൻ നീ തയ്യാറാകണം. അങ്ങനെ ജീവിക്കുമ്പോൾ
നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ധാരാളമായ അനുഗ്രഹങ്ങൾ കടന്നു വരും. ഇനി നമ്മുടെ കുടുംബങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിറയുവാൻ നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബജീവിതമൊക്കെ ഒന്ന് ചിലപ്പം മാറ്റി എഴുതേണ്ടതായിട്ട് വരും. നമ്മുടെ കുടുംബജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലല്ല നമ്മുടെ കുടുംബജീവിതം മുമ്പോട്ട് പോകുന്നതെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി തിരുത്തുവാൻ നമുക്ക് സാധിക്കണം. അതിന് ഇന്ന് വിശുദ്ധ ബൈബിളിലെ ഏതാനും ചില കുടുംബങ്ങളെ അച്ഛൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തും. ഒന്നാമത്തെ കുടുംബം ഏത് കുടുംബം? ആദ്യത്തെ കുടുംബം, ഏദനിലെ ആദത്തിൻ്റെയും ഹവ്വായുടെയും കുടുംബം. ഈ കുടുംബം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: എല്ലാ കുടുംബങ്ങളെയും രൂപീകരിച്ചത് ആരാണ്? ദൈവമാണ്, അല്ലെ? ഓരോ കുടുംബവും ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നാണ് രൂപം കൊള്ളുന്നതെന്ന് ഇത് നമ്മളെ പഠിപ്പിക്കുക. നമ്മുടെ കുടുംബങ്ങൾ നമുക്കിഷ്ടമുള്ളപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തതല്ല, മറിച്ച് ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. ആ ഒരു സത്യത്തെ നമ്മൾ തിരിച്ചറിയണം. ഓരോ ജീവിത പങ്കാളിയെയും അല്ലെങ്കിൽ ദമ്പതികളെ ദൈവം വിവാഹം എന്ന കൂദാശയിലൂടെ ദൈവം ഒരുമിച്ച് ചേർക്കുകയും, അല്ലേ? വചനം ഇങ്ങനെയാണ് പറയുക: അവന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്നാണ് പറയുക. അപ്പൊ ദൈവം ഓരോരുത്തർക്കും വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അവരവർക്ക് ചേരുന്ന ഇണയാണ്. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ജീവിത പങ്കാളി അത് നിനക്ക് ചേർന്ന ഇണയാണ്. ദൈവത്തിന്റെ പദ്ധതിയിൽ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും മനോഹരമായതിനെ മാത്രമേ ദൈവം നിനക്ക് തന്നിട്ടുള്ളൂ. ബാഹ്യമായി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് കുറവുകൾ ഉണ്ടാവും. ഇത് തന്നെയാണോ എനിക്ക് ചേർന്ന ഇണയെന്ന് തോന്നിപ്പോയിട്ടുള്ള നിമിഷങ്ങളും ഉണ്ടാവും. പക്ഷേ ദൈവം പറയുകയാണ്, നിനക്ക് ചേർന്ന ഇണ ഇത് തന്നെയാണ്. അപ്പോൾ ദൈവം കൂട്ടിച്ചേർത്ത ഈ ബന്ധത്തിൽ സന്തോഷിക്കുവാനും ആ ബന്ധത്തെ പരിപോഷിപ്പിക്കുവാനും ഓരോരുത്തർക്കും സാധിക്കണമെന്നുള്ളതാണ്. വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിന്റെ 24-ാം അധ്യായം 50-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുക: ഇത് കർത്താവിന്റെ ഇഷ്ടമാണ്, ഇതിനെ കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല. യാക്കോബിന് വേണ്ടി ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുമ്പോൾ പറയുന്ന വാക്കുകളാണ്: ഇത് കർത്താവിന്റെ ഇഷ്ടമാണ്, ഇതിനെക്കുറിച്ച് ഗുണവും ദോഷവും പറയുവാൻ ഞങ്ങൾക്കില്ല. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തതിനെ കുറിച്ച് ഗുണവും ദോഷവും പറയാൻ നമുക്ക് എന്താ അവകാശമുണ്ട്? എത്ര കുറവുകളുണ്ടെങ്കിലും ബലഹീനതകളുണ്ടെങ്കിലും ആ കുറവുകളെയും ബലഹീനതകളെയും സന്തോഷത്തോടെ ഏറ്റെടുക്കുമ്പോഴാണ് കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി മാറുക. ഇനി രണ്ടാമത്, ഓരോ കുടുംബത്തിന്റെയും മധ്യസ്ഥൻ ദൈവമാണ്, അല്ലേ? വിവാഹം എന്ന കൂദാശയിൽ പുരുഷനെയും സ്ത്രീയെയും പരസ്പരം കൈപിടിച്ച് ചേർത്തുകൊണ്ട് പുരോഹിതൻ പറയുന്ന ഒരു കാര്യമുണ്ട്: ഇനി എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. ഇനി എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ മധ്യസ്ഥൻ അത് മറ്റാരുമല്ല, ദൈവമാണ്. 3 പേർ തമ്മിലുള്ള ഉടമ്പടിയാണ് വിവാഹം. സ്ത്രീയും പുരുഷനും ദൈവവും ചേരുന്ന 3 പേരടങ്ങുന്ന ഒരു ഉടമ്പടിയാണ്. ഒരു കോൺട്രാക്ട് അല്ല, മറിച്ച് അതൊരു ഉടമ്പടിയാണ്. അപ്പോൾ ഈ ഉടമ്പടിയിൽ ദൈവമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മധ്യസ്ഥനായിട്ട് നിൽക്കുക. അങ്ങനെയെങ്കിൽ കുടുംബ ജീവിതത്തിൽ ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും, ഭാര്യയും ഭർത്താവും ഏതൊരു കാര്യത്തെക്കുറിച്ച് ആലോചന നടത്തുമ്പോഴും ആദ്യം ആലോചന ചോദിക്കേണ്ടത് ആരോടാണ്? കുടുംബത്തിന്റെ മധ്യസ്ഥനായ ദൈവത്തോട്. ദൈവത്തോട് ആലോചന ചോദിച്ചാൽ അവിടെ ഒരു പരാജയം ഉണ്ടാകാൻ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല. എന്നാൽ ദൈവത്തോട് ആലോചന ചോദിക്കുന്നതിൽ നമുക്ക് പരാജയം സംഭവിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും കുടുംബ ബന്ധനങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, ഇന്നത്തെ ഈ സമൂഹത്തിൽ, കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഒരുപാട് വിവാഹമോചന കേസുകളൊക്കെ കൂടി വരുന്ന, വർദ്ധിച്ചു വരുന്ന ഒരു കാലയളവാണ്. എന്തുകൊണ്ടാണ്? ഒറ്റ കാര്യമേ ഉള്ളൂ: എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് ഭാര്യയും ഭർത്താവും മാത്രം. ദൈവത്തിന്റെ സ്ഥാനം കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവിടെ ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാവും. അവിടെ വിള്ളലുകൾ സംഭവിക്കും ബന്ധങ്ങളിൽ. പക്ഷെ പ്രിയമുള്ളവരെ, എവിടെ ദൈവത്തെ മധ്യസ്ഥനായി അംഗീകരിച്ചുകൊണ്ട് കുടുംബജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നോ ആ കുടുംബജീവിതങ്ങളൊന്നും തകരില്ല എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് നിന്റെ കുടുംബജീവിതത്തിന്റെ മധ്യസ്ഥനായി ദൈവത്തെ നീ അംഗീകരിച്ചിട്ടുണ്ടോ?
നിന്റെ കുടുംബ ജീവിതത്തിൽ ദൈവത്തിന് നീ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി മൂന്നാമതായി, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഓരോ കുടുംബ ബന്ധവും അനുഗ്രഹിക്കപ്പെടുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അനുസരിച്ച്. കുടുംബത്തിൽ ഒരു അനുഗ്രഹമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. കുടുംബജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായി ഞാനോ നിങ്ങളോ മാറുവാൻ പാടില്ല എന്നുള്ളതാണ്. ഒരിക്കൽ ആദം, ഒരു കഥ ഇങ്ങനെയാണ്. ദൈവം ആദത്തെയും ഹവ്വായെയും പാപം ചെയ്തതിന് ശേഷം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി, അല്ലേ? അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞിട്ട് ആദം വീണ്ടും ഒരിക്കൽ കൂടെ ഈ ഏദൻ തോട്ടം കാണുവാനായിട്ട് തിരിച്ചു വരികയും, അങ്ങനെ തിരിച്ചു വരുന്ന അവസരത്തിലാണ് ആദം ഒരു കാഴ്ച കാണുക. ദൈവമായ കർത്താവ് ഏദൻ തോട്ടത്തിന് ചുറ്റും ഒരു വലിയ വേലിയൊക്കെ കെട്ടി തീ ജ്വലിക്കുന്ന ആളുകളുമായിട്ട് ക്രോബന്മാരെയും സ്രോപ്പന്മാരെയും ഒക്കെ ഇതിന് കാവൽ ഏർപ്പെടുത്തിയിരിക്കുക. ഇത് കാണുന്ന ആദം അവിടെ നിന്ന് ഒരു ചോദ്യം കർത്താവിനോട് ചോദിക്കും. കർത്താവേ, ഞാൻ മുഖാന്തരമാണോ നീ ഏദൻ തോട്ടത്തിന് വേലി കെട്ടിയത്? കർത്താവേ, ഞാൻ മുഖാന്തരമാണോ നീ ഏദൻ തോട്ടത്തിന് വേലി കെട്ടിയത്? എത്രയോ പേർക്ക് അനുഗ്രഹത്തിന്റെ ഇടമായി മാറേണ്ടുന്നതായിരുന്നു. എത്രയോ പേർക്ക് ഈ സൗഭാഗ്യം അനുഭവിക്കേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ ചെയ്ത ഒരു ചെറിയ തെറ്റായ പ്രവൃത്തി മൂലം ഇത് അനേകർക്ക് ഈ ഏദൻ തോട്ടത്തിന്റെ സൗഭാഗ്യം നഷ്ടമായി തീർന്നില്ലേ? അതുകൊണ്ട് ആദം അവിടെ നിന്ന് ഇങ്ങനെ കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, ഞാൻ മുഖാന്തരമാണോ നീ ഏദൻ തോട്ടത്തിന് വേലി കെട്ടിയത്? പ്രിയമുള്ളവരെ, നമ്മളും കൂടെ കൂടെ ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്, കർത്താവേ, ഞാൻ മുഖാന്തരം എൻ്റെ കുടുംബത്തിന് അനുഗ്രഹം നഷ്ടമായി പോയിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിലേക്ക് കൃപയ്ക്ക് തടസ്സമായി എൻ്റെ ജീവിതത്തിന്റെ പ്രവർത്തികൾ മാറിയിട്ടുണ്ടോ? എൻ്റെ ചിന്തകളും എൻ്റെ തെറ്റായ തീരുമാനങ്ങളും കാരണം എൻ്റെ ജീവിത പങ്കാളിയിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക് പെയ്തിറങ്ങേണ്ടുന്ന അനുഗ്രഹത്തിന് കർത്താവെ ഞാൻ തടസ്സമായിട്ടുണ്ടോ? അടുത്ത തലമുറകളിലേക്ക് പെയ്തിറങ്ങേണ്ടുന്ന അനുഗ്രഹത്തിന് ഞാൻ തടസ്സം നിന്നിട്ടുണ്ടോ? നമ്മളൊക്കെ നിരന്തരം ആത്മശോധന ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഇത്. അനുഗ്രഹമാകാൻ വിളിക്കപ്പെട്ട നമ്മൾ അനുഗ്രഹത്തിന് തടസ്സമായി മാറിയിട്ടുണ്ടോ? നമ്മൾ മുഖാന്തരം നമ്മുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹം നഷ്ടമായി പോകുന്നുണ്ട്, കൃപ നഷ്ടമായി പോകുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കാം. എവിടെയെങ്കിലും നമ്മുടെ കുടുംബജീവിതത്തില് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ, വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതിനെയൊക്കെ വീണ്ടും വിളക്കി ചേർക്കാനുള്ള ഒരു ഇടം കൂടിയാണ് നമ്മുടെ കുടുംബങ്ങൾ. നമ്മുടെ കുടുംബത്തില് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടുന്ന ഇടം കുടുംബം തന്നെ. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വകാര്യതയിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അറിയാൻ പാടില്ല. ഇന്നോ ഒരു വീട്ടിൽ ഒരു വഴക്ക് നടന്നാൽ, പ്രശ്നം നടന്നാൽ വഴിയെ പോകുന്ന സകലരും അറിയും. പക്ഷെ പണ്ടുള്ള കുടുംബങ്ങളിലോ അങ്ങനെ ഒരു കാര്യം കേൾക്കാൻ പോലുമില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവര് രണ്ടുപേരും അല്ലാതെ അവരുടെ ബെഡ്റൂമിന് ഇപ്പുറത്തേക്ക് അങ്ങനെ ഒരു പ്രശ്നം അറിയത്തില്ലായിരുന്നു. ഇന്നോ മക്കളും അറിയും, വഴിയെ പോകുന്ന സകലരും അറിയും. ചിലപ്പോഴൊക്കെ വഴിയെ കൂടെ പോകുമ്പോൾ ഒരുപാട് നല്ല പൂരം പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. വീട്ടിലെ വഴക്ക റോഡേ പോകുന്നവർക്ക് മുഴുവൻ ആസ്വദിച്ചു പോകാൻ കഴിയുന്ന തരത്തിൽ നല്ല പാട്ടുകൾ വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു കാലം. നമ്മുടെ കുടുംബം അങ്ങനെയാണോ? ജീവിത പങ്കാളികളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങളുടെ സ്വകാര്യതയിൽ അത് പരിഹരിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് പോലും അത് എത്തിപ്പെടാനായിട്ട് പാടില്ല. അപ്പനും അമ്മയും തമ്മിൽ വഴക്കുണ്ടെങ്കിൽ അത് അവർ കുഞ്ഞുങ്ങൾ അറിയാൻ പാടില്ല. അങ്ങനെ ഒരു സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പ്രശ്നങ്ങളും ഇഷ്ടക്കേടുകളും സ്വരച്ചേർച്ചകളും ഒക്കെ ഉണ്ടാകും. പക്ഷേ അത് മൂന്നാമതൊരാളിലേക്ക് എത്തിപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. എവിടെ ഒരു വീട്ടിൽ ഒരു അപ്പൻ അമ്മയെ ബഹുമാനിക്കുന്നുണ്ടോ അവിടെ കുഞ്ഞുങ്ങൾ ആ അമ്മയെ ബഹുമാനിക്കും. എവിടെ ഒരു വീട്ടിൽ ഒരു അമ്മ അപ്പനെ ബഹുമാനിക്കുന്നുണ്ടോ അവിടെ കുഞ്ഞുങ്ങൾ ആ അപ്പനെ ബഹുമാനിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കും. ഭാര്യയും ഭർത്താവും പരസ്പരം അടിയും വഴക്കും ഒക്കെ ആണെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഈ മാതാപിതാക്കളെ അനുസരിക്കില്ല, ബഹുമാനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുവാൻ ഇടയാകരുത്.
കുടുംബങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, സ്വാഭാവികമാണ്. പക്ഷേ അത് നിങ്ങളുടെ സ്വകാര്യതയിൽ പറഞ്ഞു തീർക്കുന്നിടത്താണ് കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറുക. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ കുടുംബം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒന്ന്, നമ്മുടെയൊക്കെ കുടുംബങ്ങളെ ദൈവമാണ് രൂപീകരിച്ചത്. ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന്, ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് ദൈവം രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന കുടുംബമാണ് എൻ്റെ കുടുംബമെന്ന് ആദ്യമേ അംഗീകരിക്കുക. അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും അവിടെ കൊണ്ട് അവസാനിക്കും. അതൊരിക്കലും വിവാഹമോചന കേസ് വരെ എത്തത്തില്ല. രണ്ടാമതായി, ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ഇടം കുടുംബജീവിതത്തിൽ കൊടുക്കുവാനായിട്ട് സാധിക്കണം. ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുക. ഇനി അടുത്ത മറ്റൊരു കുടുംബം നോഹയുടെ കുടുംബമാണ്. നോഹയുടെ കുടുംബത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ നോഹയുടെ കുടുംബത്തെ കണ്ടുമുട്ടുക. ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ പറയാം. അപ്പോൾ നമുക്കറിയാം, ദൈവം പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു. അതിന്റെ ഏറ്റവും ഒടുവിലായി സൃഷ്ടിയുടെ മകുടമായി ദൈവം മനുഷ്യനെയും സൃഷ്ടിച്ചു. അങ്ങനെ മനുഷ്യൻ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറഞ്ഞു. മനുഷ്യൻ ഭൂമിയിൽ പെരുകിയതോടുകൂടി ഒരു കാര്യവും കൂടെ ഭൂമിയിൽ പെരുകി. എന്താണ്? പാപം. മനുഷ്യൻ ഭൂമിയിൽ വർദ്ധിച്ചതുപോലെ തന്നെ പാപവും ഭൂമിയിൽ വർദ്ധിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ പാപം പെരുകി പെരുകി മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനായിട്ട് തുടങ്ങി. ഓരോ സൃഷ്ടികർമ്മം നടത്തുമ്പോഴും ദൈവം അതിനെ നോക്കിയിട്ട് ഒരു കാര്യം പറയും. എന്താണ്? കൊള്ളാം, നന്നായിരിക്കുന്നു, അല്ലെ? എല്ലാം നന്നായിരിക്കുന്നുവെന്ന് അരുളി ചെയ്ത ദൈവം തന്നെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വരുമ്പോഴത്തേക്ക് അത് തിരുത്തി പറയുക. 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഇങ്ങനെയാണ്: ഭൂമിയിൽ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. അങ്ങനെയാണ് വചനം പറയുക. മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു എന്നാണ് വചനം പറയുക. അടുത്ത വാക്യം ഇങ്ങനെയാണ്: അതുമൂലം കർത്താവ് പരിതപിച്ചു. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അതവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചുവെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു എന്നാണ് പറയും. അത് കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. കാരണം എന്താണ്? മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തകളും ഭാവനകളും എപ്പോഴും ദൂഷിച്ചത് മാത്രമായി മാറിയെന്നാണ് പറയുക. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുകയാണ്? എന്ത് ചെയ്തു? വെള്ളപ്പൊക്കത്തിലൂടെ ഭൂമുഖത്തെ മുഴുവൻ നശിപ്പിക്കുവാനായിട്ട് തീരുമാനിക്കുക. അങ്ങനെ ദൈവം പ്രപഞ്ചത്തിലേക്ക് ഒരു വെള്ളപ്പൊക്കം അയച്ചു സകലരെയും നശിപ്പിക്കാനായിട്ട് തീരുമാനിക്കുക. അങ്ങനെ തീരുമാനം എടുക്കുമ്പോഴും അതിൽ നിന്ന് ഒരു കുടുംബത്തെ മാത്രം ദൈവം സംരക്ഷിക്കുന്നുണ്ട്, അല്ലേ? ആരുടെ കുടുംബത്തെ? നോഹയുടെ കുടുംബത്തെ. എന്തായിരിക്കും കാരണം? ഈ പ്രപഞ്ചത്തെ മുഴുവൻ, അല്ലെങ്കിൽ സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ ദൈവം നശിപ്പിക്കാൻ തീരുമാനിക്കുമ്പോഴും അതിൽ നിന്ന് നോഹയെയും കുടുംബത്തെയും ദൈവം സംരക്ഷിക്കുന്നതിന്റെ കാരണം എന്താണ്? ഉൽപ്പത്തി പുസ്തകത്തിന്റെ 6-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് നോഹയെ കുറിച്ച് പറയുക: നോഹ നീതിമാനായിരുന്നു, ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ, അവൻ ദൈവത്തിന്റെ മാർഗത്തിൽ നടന്നു. നോഹ നീതിമാനായിരുന്നു, ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ എന്നാണ് പറയുക. നോഹയെ കുറിച്ച് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു വിശേഷണമാണിത്. ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ. ഏത് തലമുറയിലെ? മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തകളും ഭാവനകളും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കർത്താവ് കണ്ടതും അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചതുമായ ആ തലമുറയിലെ കറയറ്റ മനുഷ്യനായിരുന്നു ആര്? നോഹ. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഭൂമി എത്ര ദുഷിച്ചാലും, ഭൂമിയിൽ പാപവും പാപ സാഹചര്യങ്ങളും വർദ്ധിച്ചു വന്നാലും നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കും. വളരെ സിമ്പിൾ. ഈ ഭൂമിയിൽ എത്ര പാപം വർദ്ധിച്ചാലും, പാപ സാഹചര്യങ്ങൾ എത്ര കുന്നുപോലെ പെരുകിയാലും, നീ തിരുമനസ്സായാൽ, നീ ആഗ്രഹിച്ചാൽ നിനക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റും.
വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റും. ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ തലമുറയിലെ കറയറ്റ മനുഷ്യരായി നമ്മളും നമ്മുടെ കുടുംബവും മാറും. നിന്റെ ഹൃദയത്തിലെ ചിന്തകളും ഭാവനകളും എങ്ങനെയുള്ളതാണ്? നിന്റെ ഹൃദയത്തിലെ ചിന്തകളും ഭാവനകളും കർത്താവിനെ വേദനിപ്പിക്കുന്നതാണോ? നീ ചിന്തിക്കുന്നത്, നീ കാണുന്നത്, നീ സംസാരിക്കുന്നത് ഇത് കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ തലമുറയിലെ കറയറ്റ മനുഷ്യരായി ജീവിക്കാൻ വേണ്ടിയിട്ട്. ഈശോ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ബാക്കി എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ഹൃദയത്തിന്റെ വിശുദ്ധി അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ചിന്തകളുടെ വിശുദ്ധി, നിന്റെ കണ്ണിന്റെ വിശുദ്ധി, നിന്റെ അധരങ്ങളുടെ വിശുദ്ധി, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുക, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. 1 തെസ്സലോനിക്ക 4:7. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. വീണ്ടും 1 തെസ്സലോനിക്ക 4:3, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ഹെബ്രായ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കും, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ, എന്തെന്നാൽ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. ഹെബ്രായർ 12:14. എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ, എന്തെന്നാൽ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. ദൈവത്തെ ദർശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ ഹൃദയം വിശുദ്ധമായിരിക്കണം. അതന്നെയാണ് ഈശോ പഠിപ്പിച്ചത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. നിന്റെ നാവിലേക്ക് നീ സ്വീകരിക്കുന്ന തിരുവോസ്തിയിൽ നിനക്ക് ഈശോയുടെ തിരുമുഖം ദർശിക്കണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടാകണം. ഇന്നലെ നമ്മൾ പറഞ്ഞു, എൽറോയി അനുഭവം എന്ന് പറയുന്നത് എന്നെ കാണുന്നവനായ കർത്താവിനെ ഞാൻ കണ്ടുമുട്ടുന്ന അനുഭവം. അങ്ങനെ ഒരു എൽറോയി അനുഭവം സ്വന്തമാക്കണമെങ്കിൽ പരമപ്രധാനമായ ഒരു കാര്യം ഹൃദയത്തിന്റെ വിശുദ്ധിയാണ്. ഈ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ കണ്ടുമുട്ടുവാനായിട്ട് നമുക്ക് സാധിക്കൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നോഹയുടെ കുടുംബം നമ്മളെ പഠിപ്പിക്കുന്ന പാഠവിധ, ഈ ലോകം എത്ര ദുഷിച്ചാലും, പാപവും പാപ സാഹചര്യങ്ങളും എത്രമാത്രം വർദ്ധിച്ചാലും, നമ്മൾ മനസ്സ് വിചാരിച്ചാൽ വിശുദ്ധിയോടെ ജീവിക്കാൻ നമുക്കും സാധിക്കും. നമ്മളും നമ്മുടെ കുടുംബവും ഈ തലമുറയിലെ ഒരു കറയറ്റ മനുഷ്യരായി മാറും. ഇതാണ് ശരിക്കുള്ള ചലഞ്ച് എന്ന് പറഞ്ഞാൽ. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ചലഞ്ച് ഇതാണ്. ഈ കാലഘട്ടത്തിലും ഹൃദയത്തിലും മനസ്സിലും വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ തലമുറയിലെ കറയറ്റ മനുഷ്യരായി ജീവിക്കാനുള്ള ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അടുത്ത കുടുംബം നമ്മൾ കാണുന്നത് സാമുവേലിന്റെ കുടുംബമാണ്. സാമുവേലിന്റെ കുടുംബം, എൽക്കാനയുടെയും ഹന്നയുടെയും കുടുംബം. ഈ കുടുംബത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കുടുംബമായി ദൈവത്തെ ആരാധിച്ചിരുന്നവര്, നമ്മളൊക്കെ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നവര്. പക്ഷെ പലപ്പോഴും പല ഭവനങ്ങളിലും സന്ധ്യാപ്രാർത്ഥന മുടങ്ങിപ്പോവുകയാണ്. കാരണം പലരും പല സമയങ്ങളിൽ ജോലിക്ക് പോകുന്നവര്, അപ്പനൊരു സമയത്ത് വരും, അമ്മയൊരു സമയത്ത് വരും, മക്കൾ ട്യൂഷനുണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളിലും ഏർപ്പെട്ടിട്ട് ഇന്ന് പല ഭവനങ്ങളിലും ഇന്ന് സന്ധ്യാപ്രാർത്ഥനയില്ല, കുടുംബ പ്രാർത്ഥനയില്ല. പക്ഷേ ഈ സാമുവേലിന്റെ കുടുംബം, എൽക്കാനയുടെ ഹന്നയുടെ കുടുംബം നമ്മളെ പഠിപ്പിക്കുന്നത് കുടുംബമായി ദൈവത്തെ ആരാധിക്കണമെന്നാണ്. 1 സാമുവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം തിരുവചനം. അവിടെ ഇങ്ങനെയാണ് പറയുക, എൽക്കാനയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചു എന്നാണ് പറയുക. എൽക്കാന തന്നെയാണോ എഴുന്നേറ്റ്? എൽക്കാന തന്നെയാണോ എഴുന്നേറ്റ്? അല്ല, പിന്നെയോ എൽക്കാനയും കുടുംബവും, അതിനാണ് വചനം പറയുക. എൽക്കാനയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചു. ഇന്ന് നമ്മുടെ എത്ര ഭവനങ്ങളിൽ ഈ അതിരാവിലെയുള്ള പ്രാർത്ഥനയുണ്ട്? പോട്ടെ, സന്ധ്യക്കെങ്കിലും എത്ര കുടുംബങ്ങളിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട്? ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്.
കുടുംബമായി അനുഗ്രഹം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുടുംബ പ്രാർത്ഥന തന്നെ. വ്യക്തിപരമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തികൾ എന്ന നിലയിൽ നമുക്ക് അനുഗ്രഹം ലഭിക്കും. പക്ഷേ ഒരു കുടുംബത്തിന് ആവശ്യമുള്ള അനുഗ്രഹം ലഭിക്കുന്നത് കുടുംബമായി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ്. ഒരു കുടുംബത്തിന്റെ ആവശ്യം ദൈവം കേൾക്കണമെങ്കിൽ, ദൈവം അതിൽ ഇടപെടണമെങ്കിൽ കുടുംബമായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു ശീലം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. വീണ്ടും അടുത്ത വാക്യം ഇങ്ങനെയാണ്, 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. എൽക്കാന കുടുംബസമേതം കർത്താവിന് വർഷം തോറുമുള്ള ബലിയർപ്പിക്കുവാനും നേർച്ച നിറവേറ്റുവാനുമായി പോയി. അവിടെയും വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, എൽക്കാന കുടുംബസമേതം ദൈവത്തിന് ബലിയർപ്പിക്കുവാനായി പോയി എന്നാ പറയും. ഓരോ ബലിയർപ്പണത്തിന് പോകുമ്പോഴും കുടുംബമായി പോയി ദൈവത്തിന് ബലിയർപ്പിക്കുന്ന ഒരു ശീലം നമ്മുടെ ജീവിതങ്ങളിൽ രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ ഒരു ശീലം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടോ? കുടുംബമായി ദൈവത്തെ ആരാധിക്കുക. ഇന്ന് പലപ്പോഴും കുഞ്ഞുങ്ങളൊക്കെ ട്യൂഷനുണ്ട്, ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഈ സന്ധ്യാപ്രാർത്ഥനയൊക്കെ മാറ്റിവെക്കും. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീടുകളിൽ ഭവന സന്ദർശനം നടത്തിയായിരുന്നു. ഭവന പ്രാർത്ഥന നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഏതാണ്ട് 25 വീടുകൾ കയറി. അതിലെ ഭൂരിഭാഗം വീടുകൾ പറഞ്ഞത് ഇപ്പൊ കുറെ നാളായിട്ട് ഭവന പ്രാർത്ഥന നടക്കുന്നില്ല. ഞാൻ ചോദിച്ചു കാരണം എന്താ? അത് കുഞ്ഞുങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7 മണിക്ക്. ഇന്ന് ഓൺലൈൻ ക്ലാസ് എന്നും പറഞ്ഞ് 7 മണിക്ക് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ട് ഇന്ന് പല ഭവനങ്ങളിലും ഭവന പ്രാർത്ഥന മുടങ്ങിക്കൊണ്ടിരിക്കും. ജോലിക്ക് പോകുന്നവര് താമസിച്ചു വന്നിട്ട് പല ഭവനങ്ങളിലും ഇന്ന് ഭവന പ്രാർത്ഥനയില്ല. പ്രിയമുള്ളവരെ, എത്ര വൈകി എത്തിയാലും എത്ര ക്ലാസ്സുകൾ വെച്ചാലും നമ്മുടെ ഭവനത്തിന് അനുഗ്രഹം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുടുംബം ഒന്നിച്ചിരുന്നു. കുടുംബം എന്ന് പറയുമ്പം ആ ഭവനത്തിൽ അമ്മ മാത്രമല്ല, അപ്പം മാത്രമല്ല, മക്കള് മാത്രമല്ല, അപ്പനും അമ്മയും മക്കളും അടങ്ങുന്ന അതാണ് കുടുംബം. അവരൊന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് കുടുംബത്തിന് ആവശ്യമുള്ള അനുഗ്രഹവും കൃപയും ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കുടുംബമായുള്ള ഈ പ്രാർത്ഥന അത് മുടക്കം വരുത്തരുത്. ഭവനത്തിൽ നിരന്തരം കുടുംബ പ്രാർത്ഥന നടത്തുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ സാമൂഹ്യ കുടുംബം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്, കുടുംബമായി ദൈവത്തെ ആരാധിക്കണം. മറ്റൊരു കുടുംബം നമ്മൾ കാണുന്നത് തോബിത്തിന്റെ കുടുംബമാണ്. തോബിത്തിന്റെ കുടുംബത്തിന്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത മക്കളെ മൂല്യത്തിൽ വളർത്തിയ ഒരു കുടുംബമാണ്. ദൈവത്തിന്റെ ദാനമാണ് മക്കൾ. അങ്ങനെയെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലല്ലേ മക്കളെ വളർത്തേണ്ടുന്നത്? നമുക്കിഷ്ടമുള്ള രീതിയിലാണോ? അപ്പനും അമ്മയ്ക്കും തോന്നുന്നത് പോലെയാണോ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്? മക്കൾ ദൈവത്തിന്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനമാണെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ദൈവം ദാനമായി തരുന്ന മക്കളെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലല്ലേ വളർത്തേണ്ടത്? നിങ്ങളെ കുറിച്ചുള്ള ഒരു പദ്ധതി എന്റെ മനസ്സിലുണ്ട് എന്ന് ദൈവം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഈ പദ്ധതി അനുസരിച്ചാണോ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്? അതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ വിടുകയാണോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മൂല്യത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ പരിശ്രമിക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ വചനം ഇങ്ങനെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുക. ശൈശവത്തിൽ തന്നെ നടക്കേണ്ടുന്ന വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കില്ല. ശൈശവത്തിൽ തന്നെ നടക്കേണ്ടുന്ന വഴി പരിശീലിപ്പിക്കണമെന്നാണ് വചനം പറയുന്നത്. വളർന്നു കഴിഞ്ഞിട്ടല്ല. കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ലെന്ന് നാട്ടിലൊരു ചൊല്ലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവം തന്ന കുഞ്ഞുങ്ങളെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ചെറുപ്പം മുതലേ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരണം. ഇവിടെ അങ്ങനെ ദൈവം തന്ന മകനെ വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന ഒരു അപ്പനെയാണ് ഈ തോബിത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുക. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ എല്ലാ മാതാപിതാക്കളും വീട്ടിൽ പോയി നന്നായിട്ടൊന്ന് വായിക്കണം. നന്നായിട്ട് വായിക്കണം, കൂടെ വായിക്കണം. അതനുസരിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ട് പരിശ്രമിക്കണം. ഒന്നാമതായി ഈ അപ്പൻ മകന് കൊടുക്കുന്ന ഒരു ഉപദേശം ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട മകനെ, ജീവിതകാലം മുഴുവൻ നീ നമ്മുടെ കർത്താവിനെ ഓർക്കണം.
ഒന്നാമതായിട്ട് ഈ അപ്പൻ മകന് കൊടുക്കുന്ന സന്ദേശം ഇതാണ്: പ്രിയപ്പെട്ട മകനെ, നിന്റെ ജീവിതകാലം മുഴുവൻ നീ നമ്മുടെ കർത്താവിനെ ഓർക്കണം. എത്ര മാതാപിതാക്കൾ ഇന്നിത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കണമെന്ന് എത്ര മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? ഇന്ന് പലപ്പോഴും കുഞ്ഞുങ്ങളൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ള വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ ദേവാലയവും വേണ്ട, പരിശുദ്ധ കുർബാനയും വേണ്ട, ദൈവത്തോടുള്ള വിശ്വാസം പോലും ഉപേക്ഷിച്ചിട്ട് ഇഷ്ടമുള്ള വഴിയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ മറുവശത്ത് ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളും ഈ കാലഘട്ടത്തിലുണ്ട്. പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തതുമായ കാര്യം ഇതാണ്: ജീവിതകാലം മുഴുവൻ കർത്താവിനെ ഓർക്കണം. ജീവിതത്തിന്റെ എല്ലാ അവസരത്തിലും ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. നിരന്തരം ഉള്ളിൽ വസിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ മാതാപിതാക്കൾ അവരെ പഠിപ്പിക്കണം. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ പല പള്ളികളിലും അൽത്താറയിലൊന്നും കയറുന്നത് പോലുമില്ല. 8ാം ക്ലാസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ, 10ാം ക്ലാസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ദേവാലയവും വേണ്ട, ബലിപീഠവും വേണ്ട, ഇവിടെ നിന്നൊക്കെ അകന്നു തുടങ്ങി. പ്രാർത്ഥിക്കുന്ന എത്ര കുഞ്ഞുങ്ങൾ ഇന്നുണ്ട്? അപ്പോൾ ഇതിൽ ഓർമ്മപ്പെടുത്തൽ കൂടിയ ജീവിതകാലം മുഴുവൻ കർത്താവിനെ ഓർത്ത് വളരണമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. പിന്നീട് തുടർന്നങ്ങോട്ട് ഓരോ കാര്യങ്ങൾ തോപിത്ത് പറഞ്ഞു കൊടുക്കും. അനീതി പ്രവർത്തിക്കരുത്. നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് നീ ദാനം ചെയ്യണം. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യണം. എന്നാൽ സമ്പത്ത് കുറച്ചേ ഉള്ളൂ എങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യണമെന്ന് ഈ തോപിത്ത് മകനെ പഠിപ്പിച്ചു കൊടുക്കുക. ഇന്ന് പലപ്പോഴും കൊടുക്കാൻ മടിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന ഒരു കാലഘട്ടം. എത്രമാത്രം ദൈവം ദാനമായി തന്നാലും ഇന്ന് കർത്താവിനും കൊടുക്കത്തില്ല, മനുഷ്യനും കൊടുക്കാത്ത ഒരവസ്ഥയിലേക്ക് ആളുകൾ മാറി. ഒരുപാട് സ്വാർത്ഥ മനോഭാവങ്ങൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. അവിടെയാണ് തോപിത്ത് തന്റെ മകനോട് പറയുന്നത്: സമ്പത്തേറുമ്പോ നീ അതനുസരിച്ച് ദാനം ചെയ്യും. ഇനി സമ്പത്ത് കുറച്ചേ ഉള്ളൂവെങ്കിലോ അതനുസരിച്ച് ചെയ്താൽ മതി. രണ്ടായാലും ദാനം ചെയ്യണം. അതാണ് പ്രധാനപ്പെട്ടത്. ഉള്ളപ്പോൾ ഉള്ളതുപോലെ, ഇല്ലാത്തപ്പം ഇല്ലാത്തതുപോലെ, അതനുസരിച്ച് ജീവിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. അതുപോലെ വീണ്ടും പറഞ്ഞു കൊടുക്കും: പാവപ്പെട്ടവരിൽ നിന്നും മുഖം തിരിച്ചു കളയരുത്. എല്ലാതരം അധാർമികതയിൽ നിന്നും നിന്നെ തന്നെ കാത്തുകൊള്ളുക. അന്യജാതികളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. നീ അലസനായിരിക്കരുത്. വേല ചെയ്യുന്നവന്റെ കൂലി പിറ്റേ ദിവസത്തേക്ക് നീട്ടിവെക്കരുത്. നിന്റെ പെരുമാറ്റം ചിട്ടയുള്ളതായിരിക്കണം. വിവേകമുള്ള ഏതൊരുവനിൽ നിന്നും ഉപദേശം സ്വീകരിക്കണം. അങ്ങനെ തോപിത്ത് തന്റെ മകന് കുറെ നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കുക, നല്ല മൂല്യങ്ങൾ ജീവിതത്തിൽ പകർന്നു കൊടുക്കുക. പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ദൈവം തന്ന മക്കളെ മൂല്യത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ ബലിപീഠത്തിൽ അഭയം കണ്ടെത്തുക. ഈ ബലിപീഠത്തോട്, ദേവാലയത്തോട്, ദൈവിക കാര്യങ്ങളോട് ചേർത്ത് നിർത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനമായിട്ട് ഒരു കുടുംബം കൂടെ പരിചയപ്പെടുത്തും. ഈ കുടുംബങ്ങളുടെ എല്ലാ ഗുണവിശേഷങ്ങളും അടങ്ങുന്ന ഒരു കുടുംബം. ഏത് കുടുംബവും? നസറത്തിലെ തിരുക്കുടുംബം. നസറത്തിലെ തിരുക്കുടുംബം. ഈ പറഞ്ഞ എല്ലാ വിശേഷണങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു നല്ല കുടുംബമാണ്. ഒരു സാധാരണ കുടുംബമായിരുന്നു നസറത്തിലെ ഈ കുടുംബം. പിന്നെ എങ്ങനെയായിരുന്നു തിരുക്കുടുംബമായിട്ട് മാറിയത്? നമ്മളൊക്കെ ഈ നസറത്തിലെ ജോസഫിന്റെയും മറിയത്തിന്റെയും ഈശോയുടെയും കുടുംബത്തെ നമ്മൾ വിളിക്കുന്നത് തിരുക്കുടുംബം എന്നാ, അല്ലേ? കാരണം എന്താ? എങ്ങനെയാ ഈ കുടുംബം തിരുക്കുടുംബമായി മാറിയത്? ഈ കുടുംബത്തിലെ ഈശോയുടെ സാന്നിധ്യം. ഈ നസറത്തിലെ ഈ സാധാരണപ്പെട്ട ജോസഫിന്റെയും മറിയത്തിന്റെയും കുടുംബം തിരുക്കുടുംബമായി മാറിയത് ആ ഭവനത്തിലെ ഈശോയുടെ സാന്നിധ്യമാണ്. അങ്ങനെയെങ്കിൽ ഏതൊരു ഭവനത്തിൽ ഈശോ വസിക്കുന്നുണ്ടോ ആ കുടുംബമൊക്കെ ഒരു തിരുക്കുടുംബമാണ്. നിന്റെ കുടുംബം ഒരു തിരുക്കുടുംബമാണ്. നിന്റെ കുടുംബത്തിൽ ഈശോ വസിക്കുന്നുണ്ടെങ്കിൽ, എന്റെ കുടുംബത്തിൽ ഈശോ വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം ഒരു തിരുക്കുടുംബമാണ്. നമ്മുടെ
നമ്മുടെ കുടുംബങ്ങൾ തിരുകുടുംബമാണോ? ഈശോയ്ക്ക് നമ്മുടെ കുടുംബത്തിൽ ഒരു സ്ഥാനമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ഇനി ഈ കുടുംബത്തിന്റെ ഒരു 3-4 സവിശേഷതകളും കൂടെ പറയാം. ഒന്നാമത്തെ പ്രത്യേകത, ഏത് കാര്യവും ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തോട് ആലോചന ചോദിച്ച കുടുംബം. ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ച കുടുംബമാണ് നസ്രത്തിലെ കുടുംബം. മറിയത്തിന്റെ ജീവിതം ആരംഭം മുതൽ എടുത്തു നോക്കാം. എല്ലാം ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, നീ പറയുന്നത് പോലെ എന്റെ ജീവിതം മാറട്ടെ. അവിടെ മുതൽ പരിശുദ്ധ അമ്മയുടെ ജീവിതം ആരംഭിക്കുന്നു. പിന്നീട് മുഴുവൻ ഓരോ കാര്യങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവം പറയുന്നത് പോലെയാണ് ജീവിക്കുക. വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ജീവിതം എടുക്കുക. ഓരോ അവസരത്തിലും ഓരോ കാര്യങ്ങളെ കുറിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കുന്നുണ്ട്. ആലോചന ചോദിക്കുമ്പോൾ നിദ്രയിൽ കർത്താവിന്റെ ദൂതൻ ജോസഫിന് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും, അല്ലേ? അതിന്റെ അവസാനത്തിൽ വചനം ഇങ്ങനെ കുറിച്ചിടും, ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവ് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. ഇതാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തോട് ആലോചന ചോദിച്ചാൽ നമുക്ക് ആ കാര്യത്തെ കുറിച്ചുള്ള വ്യക്തമായ ഒരു മറുപടി ദൈവം തരും. വചനത്തിലൂടെ ആയിരിക്കും, ചിലപ്പോൾ മറ്റു ചില വ്യക്തികളിലൂടെ ആയിരിക്കും, വൈദികരിലൂടെ ആയിരിക്കും, സന്യസ്തരിലൂടെ ആയിരിക്കും, ചിലപ്പോൾ വഴിയെ പോകുന്ന ആരിലൂടെയെങ്കിലും ആയിരിക്കും. ഏത് രീതിയിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണോ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നത്, അവിടെ അനുഗ്രഹം നിശ്ചയം. അവിടെ അനുഗ്രഹം നിശ്ചയം. അതുകൊണ്ടാണ് വചനം നമ്മളെ എങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്, മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ അഭയം തേടുന്നത് നല്ലത്. സങ്കീർത്തന പുസ്തകം 118 സങ്കീർത്തനത്തിന്റെ 18 വാക്യം. ഈ വാക്യത്തിന് ഒരു പ്രത്യേകതയും കൂടെയുണ്ട്. എന്താണെന്നറിയാമോ? സങ്കീർത്തനം 118:18 ഈ ബൈബിളിന്റെ കേന്ദ്രമാണ്. ഈ ബൈബിളിലെ ഇത്രയും വാക്യങ്ങളുടെ ഏറ്റവും നടുവിൽ കിടക്കുന്ന വാക്യമാണിത്. അവിടെ ഇങ്ങനെയാണ് കുറിച്ചിടുക, മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ അഭയം തേടുന്നത് നല്ലത്. ഇതാണ് ബൈബിളിന്റെ കേന്ദ്രം. മനുഷ്യനിലല്ല നമ്മൾ ആശ്രയം വെക്കേണ്ടത്, ദൈവത്തിലല്ല. അതുകൊണ്ടാണ് സങ്കീർത്തകൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കുക 34:10, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഒന്നിനും കുറവുണ്ടാവുകയില്ല. പ്രിയമുള്ളവരെ, ദൈവത്തോട് ആലോചന ചോദിച്ചാൽ പിന്നീട് ആ കാര്യം ശുഭമായി തീരും. അതുകൊണ്ട് ഈ നസ്രത്തിലെ തിരുകുടുംബം പോലെ നമ്മുടെ കുടുംബജീവിതത്തിൽ ഏതൊരു കാര്യത്തെക്കുറിച്ചും ഒരാലോചന നടത്തുമ്പോൾ ആദ്യം ആലോചന ചോദിക്കേണ്ടത് ഈ ദൈവത്തോടാണ്. നസ്രത്തിലെ തിരുകുടുംബത്തിൽ പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും ദൈവത്തോട് ആലോചന ചോദിച്ച് കാര്യങ്ങൾ ചെയ്തതുപോലെ അപ്പനും അമ്മയും മക്കളും ദൈവത്തോട് ആലോചന ചോദിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഇനി രണ്ടാമത്, പരസ്പരം ബഹുമാനിക്കുന്ന കുടുംബമായി. പരിശുദ്ധ അമ്മ യൗസേപ്പ് പിതാവിനെ ബഹുമാനിച്ചു, യൗസേപ്പ് പിതാവ് പരിശുദ്ധ അമ്മയെ ബഹുമാനിച്ചു. അവര് ഈശോയെ ബഹുമാനിച്ചു, ഈശോ അവർ തന്റെ മാതാപിതാക്കളെയും ബഹുമാനിച്ചു. പരസ്പരം ബഹുമാനിക്കുന്നവരായിട്ട് മാറണം. അപ്പൻ അമ്മയെ ബഹുമാനിക്കണം, അമ്മ അപ്പനെ ബഹുമാനിക്കണം, അപ്പനും അമ്മയും കുഞ്ഞുങ്ങളെ ബഹുമാനിക്കണം, മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം. വളരെ വ്യക്തമായി ഈശോയെ കാണാതാകുന്ന അവസരത്തിൽ പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും കൂടെ ഈശോയെ തേടി അലയുന്നുണ്ട്. തേടി അലഞ്ഞിട്ട് ജെറൂസലേം ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തി കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ ഈശോയോട് പറയുന്ന വാക്കുകൾ എന്താണ്? നിന്റെ അപ്പനും ഞാനും എത്രയോ ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയാണ്. അമ്മയ്ക്ക് വേണമെങ്കിൽ ആദ്യം അമ്മയുടെ പേര് പറയാനാണ്, ഞാനും നിന്റെ അപ്പനും. പക്ഷേ പരിശുദ്ധ അമ്മ പറഞ്ഞ എന്താ? എന്റെ പിതാവും ഞാനും എത്രയോ ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. കൊടുക്കേണ്ടുന്ന ബഹുമാനം കൊടുത്തു. നീ യൗസേപ്പ് പിതാവാണെങ്കിലും പരിശുദ്ധ അമ്മയെ ജീവിതത്തിൽ ആവോളം ബഹുമാനിച്ചിട്ടുണ്ട്. കാരണം അവളെ ഗർഭിണിയാണെന്ന് അറിഞ്ഞ സമയത്ത് പോലും അവളെ പരസ്യമായിട്ട് അപമാനിക്കുവാനോ നിന്ദതയാക്കുവാനോ കല്ലെറിഞ്ഞ് കൊല്ലുവാനുള്ള വിധിക്കോ യൗസേപ്പ് പിതാവ് വിട്ടുകൊടുത്തില്ല. മറിച്ച് രഹസ്യമായി ഉപേക്ഷിക്കാനാണ് തീരുമാനിച്ചത്.
എന്നാൽ ദൈവത്തിന്റെ വാക്കനുസരിച്ച് വീണ്ടും പരിശുദ്ധ അമ്മയെ തന്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കാൻ, ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട എന്ന് കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ കൽപ്പിച്ചതനുസരിച്ച് ജോസഫ് അതുപോലെ പ്രവർത്തിക്കുകയാണ്. വീണ്ടും ഈശോയെ കുറിച്ച് പറയുന്നുണ്ട്. ഈശോയെ ദേവാലയത്തിൽ കണ്ടെത്തി കഴിയുമ്പം ഈശോ മാതാപിതാക്കളോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? പക്ഷെ തൊട്ടടുത്ത വാക്യത്തിൽ വീണ്ടും പറയും, പിന്നീട് അവൻ അവരോടൊപ്പം പുറപ്പെട്ട് അവർക്ക് വിധേയനായി നസ്രത്തിൽ വന്ന് താമസിച്ചു. മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് നസ്രത്തിൽ വന്ന് താമസിച്ചുവെന്ന് ഈശോയെ കുറിച്ച് സുവിശേഷത്തിൽ പറഞ്ഞു വെക്കും. പരസ്പരം ബഹുമാനിക്കുക. അങ്ങനെ പരസ്പരം ബഹുമാനിക്കുന്ന കുടുംബങ്ങൾ എന്നും നിലനിൽക്കുന്ന കുടുംബങ്ങളായിട്ട് മാറും. ഇനി മൂന്നാമത്തെ, സഹനങ്ങളെ രക്ഷാകരമാക്കിയ കുടുംബം. നസ്രത്തിലെ തിരുകുടുംബം എന്ന് നമ്മൾ ഈ കുടുംബത്തെ വിശേഷിപ്പിക്കുമ്പോഴും ഈ കുടുംബത്തിൽ സന്തോഷങ്ങൾ മാത്രമായിരുന്നില്ല. അവരുടെ കുടുംബജീവിതത്തിന്റെ ആരംഭ നാളുകൾ മുതൽ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയവർ, ഒത്തിരി വേദനകള് ജീവിതത്തിൽ ഏറ്റെടുത്തവരാണ്. പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം നിറവയറോടെ ഈശോയ്ക്ക് വേണ്ടി ജനിക്കുവാൻ ഒരു ഇടം തേടി ഒരുപാട് കഷ്ടപ്പെട്ടു. എത്രയോ കിലോമീറ്ററുകൾ ഈ നിറഗർഭിണിയായ ഈ പെൺകുട്ടി നടന്നു നീങ്ങുക. ആ സങ്കടങ്ങളെ മുഴുവൻ സന്തോഷത്തോടെ അവൾ ഏറ്റെടുക്കുക. ഈ ഗർഭിണിയായ മറിയത്തിന് പ്രസവിക്കുവാൻ ഒരു ഇടം തേടി അല്ലെങ്കിൽ യൗസേപ്പ് പിതാവിനെയും കണ്ടുമുട്ടുന്നുണ്ട്. ഒരു അപ്പന്റെ എല്ലാവിധമായ സംഘർഷങ്ങളെയും ഈ വരികൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പൊ സന്തോഷം മാത്രം നിറഞ്ഞ ഒരു കുടുംബമായിരുന്നില്ല നസ്രത്തിലേത്, മറിച്ച് ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നുപോയ കുടുംബം. ഈശോയെ കയ്യിലെടുത്തിട്ട് ശിവയ പരിശുദ്ധ അമ്മയോട് പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. പിന്നീടുള്ള പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ ഈ വാള് ഏതാണെന്നുള്ള അതിനെക്കുറിച്ചുള്ള ആകുലതയിലായിരുന്നു. കാരണം ഇത് എന്ന് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ പരിശുദ്ധ അമ്മ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഈ ഹൃദയത്തില് ഈ വാളും പേര് ജീവിച്ചവളാണ്. പക്ഷേ സങ്കടങ്ങളില്ല, പരാതികളില്ല, പരിഭവങ്ങളില്ല, സന്തോഷത്തോടെ ഈ വേദനയെ ഏറ്റെടുത്തു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടാവും, സങ്കടങ്ങൾ ഉണ്ടാവും, ക്ലേശങ്ങൾ ഉണ്ടാവും, രോഗങ്ങൾ കടന്നു വരും. പക്ഷേ ഈ സഹനങ്ങളെയൊക്കെ രക്ഷാകരമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം. അത് ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർത്ത് വെച്ച് ഇതിനെ സ്വീകരിക്കപ്പെടാം. ഈ ബലിപീഠത്തോട് ചേർത്ത് വെച്ച് ഈ സഹനങ്ങളെയും ഈ വേദനകളെയും നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നിടത്താണ് ഇത് രക്ഷാകരമായ ഒരു അനുഭവമായി മാറുക. അതുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സഹനങ്ങളെയും രക്ഷാകരമാക്കി മാറ്റുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം കൂടെ, ജീവിതത്തിൽ ദൈവം നഷ്ടപ്പെട്ടുവെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ നഷ്ടപ്പെട്ട ദൈവത്തെ തേടിയിറങ്ങിയ കുടുംബം. ഒരുപക്ഷെ ജീവിതയാത്രയിൽ അറിയാതെ നമുക്കും ഈ ദൈവം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മളൊക്കെ ജീവിത തിരക്കിനിടയിൽ പ്രാർത്ഥിക്കാൻ മറന്നുപോകും, ബലിയർപ്പണത്തിന് പങ്കെടുക്കാൻ നമ്മളും മറന്നുപോകും. അങ്ങനെ നമ്മളറിയാതെ നമ്മുടെ ഈ ജീവിത വഴികളിൽ നിന്ന് ഈ ക്രിസ്തു അകന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലും കൂടെ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഈശോയെ സ്നേഹിച്ചത് പരിശുദ്ധ അമ്മയാണ്, ഇല്ലേ? പരിശുദ്ധ അമ്മയോളം ഈശോയെ സ്നേഹിച്ച മറ്റാരുമില്ല. അത്രമാത്രം ഈശോയുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നതും ഈ പരിശുദ്ധ അമ്മ തന്നെയാണ്. എന്നിട്ട് പോലും അങ്ങനെയുള്ള അമ്മയുടെ കരങ്ങളിൽ നിന്ന് പോലും ഈശോ നഷ്ടപ്പെട്ടുവെങ്കിൽ അവൻ വല്ലപ്പോഴും മാത്രം പ്രാർത്ഥിക്കുകയും വല്ലപ്പോഴും മാത്രം കുർബാന ചൊല്ലുകയും ചെയ്യുന്ന നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നിന്ന് ഈശോ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ഒരുപാടല്ലേ? ഇനി ഈ അമ്മയുടെ കയ്യിൽ നിന്ന് ഈശോ നഷ്ടപ്പെട്ടുവെന്ന് തിരിച്ചറിയാൻ പരിശുദ്ധ അമ്മ എടുത്തത് എത്ര നേരമാണ്? ഒരു ദിവസത്തെ വഴി അവർ പിന്നിട്ടു എന്നാ പറയും. ഒരു ദിവസം എടുത്തു നഷ്ടപ്പെട്ടത് തിരിച്ചറിയാൻ. അങ്ങനെയെങ്കിൽ വല്ലപ്പോഴും മാത്രം പ്രാർത്ഥിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് ഈശോ നഷ്ടപ്പെട്ടു പോയാൽ ഇതറിയാൻ നമ്മൾ എത്ര ദിവസം എടുക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി നമ്മൾ അറിഞ്ഞില്ലെങ്കിലോ? അതല്ലേ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്.
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാമെന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് തിരിച്ചറിയാൻ നമ്മൾ വൈകുന്നതല്ലേ. സാംസന്റെ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറയുക, ദൈവത്തിന് വേണ്ടി ആശീർവാദം ചെയ്യപ്പെട്ട മനുഷ്യനാണ്. പക്ഷേ ദൈവം പറഞ്ഞ വഴികളിൽ നിന്ന് മാറി നടക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ ജീവിതത്തെ കുറിച്ച് വചനം ഇങ്ങനെയാണ് പറയുക, ദൈവത്തിന്റെ ആത്മാവ് സാംസനെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. ദൈവത്തിന്റെ ആത്മാവ് അവനെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല എന്ന് വചനം അവിടെ എഴുതി വെക്കുക. ഇത് തന്നെയല്ലേ നമ്മുടെ ഈ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക. ദൈവം നഷ്ടപ്പെട്ടു പോയത് അറിയാതെ പോയാൽ അത് എത്രമാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തെ നഷ്ടപ്പെടുത്തി കളയാൻ എളുപ്പമാണ്. പക്ഷേ ഈ നഷ്ടപ്പെട്ട ദൈവത്തെ കണ്ടുകിട്ടുക എന്ന് പറയുന്നത് വളരെ പാടാണ്. നഷ്ടപ്പെട്ടത് തിരിച്ചറിയാൻ ഒരു ദിവസം എടുത്തു, അന്വേഷിച്ച് കണ്ടെത്താനോ 3 ദിവസങ്ങൾ, ഇരട്ടിയിലധികം ദിവസങ്ങൾ എടുക്കുകയും. ഇത് തന്നെയായിരിക്കും നമ്മുടെയും ജീവിതത്തിൽ നിന്ന് ദൈവം കൈമോശം വന്നു പോയാൽ, ദൈവം നഷ്ടപ്പെട്ടു പോയാൽ വീണ്ടും തിരിച്ച് ഈ ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തെ കണ്ടെത്തുവാൻ നമ്മൾ എത്ര ദിവസങ്ങൾ എടുക്കും? അപ്പോൾ അതുകൊണ്ട് ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ദൈവത്തെ നഷ്ടപ്പെടുത്തി കളയാതെ എന്ന് കൂടെ കൂട്ടുക, അവന്റെ കരം പിടിച്ച് ജീവിതത്തിന്റെ യാത്ര തുടരുക. ഇനി അഥവാ എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടു പോയി എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നീട് വൈകരുത്, ഉടനെ ഓടി ഈശോയുടെ സ്നേഹത്തിലേക്ക് വരിക. ബാറൂക്ക് 4:28 വചനം നമ്മളെ എങ്ങനെയാണ് ഓർമ്മിപ്പിക്കുക? ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടാനാണ് പറയുന്നത്. ഈ നസ്രത്തിലെ തിരുകുടുംബം, പരിശുദ്ധ അമ്മയും ഔസേപ്പ് പിതാവും ദൈവം നഷ്ടപ്പെട്ടപ്പോൾ, ഈശോ നഷ്ടപ്പെട്ടപ്പോൾ തേടി ഇറങ്ങിയതുപോലെ നമ്മുടെ ഈ ജീവിതത്തിൽ നിന്ന് ദൈവം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ട ദൈവത്തെ തേടി കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. അതിനാണ് നമുക്ക് സഭയിൽ കുംഭസാരം എന്ന കൂദാശ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത് മാറ്റിവെക്കരുത്. നമ്മളൊക്കെ ഒരു എക്സ്ക്യൂസ് പറയുന്നതാണ്, ആണ്ടിലൊരിക്കലെങ്കിലും കുംഭസാരിച്ചാൽ മതി എന്ന് തിരുസഭയുടെ കൽപ്പന പറയുന്നുണ്ട്. എന്നാൽ പിന്നെ വർഷത്തിൽ 1 കുംഭസാരിച്ചേക്കാം. നമ്മളൊക്കെ കുംഭസാരിക്കാതിരിക്കാൻ കണ്ടെത്തുന്ന ഒരു ന്യായീകരണം. പക്ഷേ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുക, കൂടെ കൂടെ കുംഭസാരിക്കണം. ആണ്ടിലൊരിക്കലല്ല, കൂടെ കൂടെ കുംഭസാരിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടി മാത്രമല്ല നമ്മൾ കുംഭസാരിക്കുന്നത്, മറിച്ച് പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ കൂടിയാണ് ഓരോ കുംഭസാരം എന്ന കൂദാശയിലൂടെയും നമുക്ക് ലഭിക്കുന്നത്. ഇത് നമുക്കറിഞ്ഞുകൂടാ. നമ്മൾ കരുതുന്നത് ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പാപമോചനം മാത്രമാണ് സ്വീകരിക്കുന്നത്. അല്ല, മറിച്ച് പാപം ചെയ്യാതെ ജീവിക്കാനുള്ള കൃപയാണ് ഓരോ കുംഭസാരത്തിൽ നിന്നും നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിശുദ്ധരൊക്കെ ഒരു ദിവസം തന്നെ പല പ്രാവശ്യം കുംഭസാരിക്കുന്നു എന്നൊക്കെ അവരുടെ ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കും. പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു വഴി. നമ്മുടെ ജീവിതത്തെ നിരന്തരം ഒന്ന് ആത്മശോധനയ്ക്ക് വിധേയമാക്കുക. ജീവിതത്തില് താളപ്പിഴകളും ഇടർച്ചകളും ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും തിരിച്ചു വരിക. ധൂർത്തപുത്രനെ പോലെ സുബോധം വീണ്ടെടുക്കണം. പാപം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് ഈ സുബോധം നഷ്ടപ്പെടും. പിന്നെ പന്നിക്കൂട്ടിൽ വരെ എത്തിപ്പെടണം, തിരിച്ച് ദൈവത്തിലേക്ക് ഒന്ന് നടക്കാൻ. അത്രയും പോകണോ? അതിനു മുമ്പ് ഈ അപ്പന്റെ സ്നേഹത്തെ കുറിച്ച് ഓർത്തുകൂടെ? അതിനു മുമ്പ് ഈ നമ്മളെ എത്രത്തോളം കാത്തുപരിപാലിച്ച് കരുതി വഴി നടത്തിയ ഈ ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്കൊന്ന് ഓർത്തെടുത്തുകൂടെ? അങ്ങനെയെങ്കിൽ സുബോധം വീണ്ടെടുത്ത് ധൂർത്തപുത്രൻ അപ്പന്റെ സ്നേഹത്തിലേക്ക് മടങ്ങിച്ചെന്നതുപോലെ നമുക്ക് ഓരോ തവണയും ഈ കുംഭസാരക്കൂട്ടിലേക്ക് അനുതാപത്തോടെ അണയുവാനായിട്ട് സാധിക്കും. അതൊരു പെരുന്നാളിന്റെ സമയത്തല്ല കുംഭസാരിക്കേണ്ട, ആണ്ടിലൊരിക്കലല്ല, മറിച്ച് കൂടെ കൂടെ ദൈവവുമായിട്ടുള്ള ഈ ബന്ധം നഷ്ടപ്പെടുത്താതെ നമ്മെ ചേർത്ത് നിർത്തുന്നത് ഈ കുംഭസാരം എന്ന കൂദാശയം. അതുകൊണ്ട് ഒരു നല്ല കുംഭസാരം നടത്തുവാൻ ഈ ദിവസങ്ങളിൽ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ തിരുകുടുംബം നമ്മളെ കാണിച്ചു തരുന്നത് പോലെ നിരന്തരം ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി നമുക്ക് മാറാം. രണ്ടാമതായിട്ട് ജീവിതത്തിന്റെ എല്ലാ സങ്കടങ്ങളെയും സഹനങ്ങളെയും രക്ഷാകരമായ അനുഭവമാക്കി മാറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം.
അതുപോലെ തന്നെ പരസ്പരം ബഹുമാനിക്കുന്നവരായി നമുക്ക് മാറാം. ഏറ്റവും ഒടുവിലായി, ദൈവം നഷ്ടപ്പെട്ടു പോയാൽ വീണ്ടും തിരിച്ച് ദൈവത്തെ തേടി കണ്ടെത്തുവാനുള്ള ഒരു നല്ല മനോഭാവം ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ കണ്ടത്, നമ്മൾ തുടങ്ങിയത് ജോസഫിന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു നല്ല സാഫ്രൻ ഫാനയായി ഞാനും നിങ്ങളും മാറണം. ദൈവം പറയുന്നത് അതുപോലെ ജീവിക്കുന്നവരായി മാറണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു സാഫ്രൻ ഫാനയായി മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് നമ്മൾ ഓരോ കുടുംബങ്ങളെ കണ്ടു. ആദത്തിന്റെയും ഹവ്വയുടെയും കുടുംബം, ഓരോ കുടുംബവും രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന്. അവിടെ കുറവുകളുണ്ടെങ്കിലും ബലഹീനതകളുണ്ടെങ്കിലും ഇഷ്ടക്കേടുകളുണ്ടെങ്കിലും അതിനെയൊക്കെ മനസ്സിലാക്കി സന്തോഷത്തോടെ മറ്റുള്ളവരുടെ ബലഹീനതകളെ ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായി നമ്മൾ കണ്ടു, കുടുംബത്തിന്റെ മധ്യസ്ഥൻ ദൈവമാണ്. ദൈവത്തോട് ആലോചന ചോദിച്ച് ഏത് കാര്യങ്ങളും ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായി നമ്മൾ കണ്ടു, നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായി നമ്മൾ മാറാൻ പാടില്ല. നമ്മുടെ ചിന്തകളോ നമ്മുടെ വാക്കുകളോ നമ്മുടെ പ്രവൃത്തികളോ ഒരിക്കലും നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹം ലഭിക്കുന്നതിന് ഒരു തടസ്സമായി മാറാൻ പാടില്ല. പിന്നീട് നമ്മൾ അടുത്ത കണ്ട കുടുംബം നോഹയുടെ കുടുംബമാണ്. ആ തലമുറയിലെ കറയറ്റ മനുഷ്യനെന്ന് നോഹയെ കുറിച്ച് ബൈബിൾ വിശേഷിപ്പിക്കുമ്പോൾ ഈ തലമുറയിൽ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്കും സാധിക്കുമെന്ന് ഈ നോഹയുടെ കുടുംബം നമ്മളെ പഠിപ്പിക്കുക. പിന്നീട് നമ്മൾ കണ്ടത് സാമുവേലിന്റെ കുടുംബം, എൽക്കാനയുടെയും ഹന്നയുടെയും കുടുംബം. കുടുംബമായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു ശീലം നമ്മുടെ കുടുംബങ്ങളിൽ വളർത്തിയെടുക്കണം. അടുത്ത കുടുംബം നമ്മൾ കണ്ടു, തോബിത്തിന്റെ കുടുംബം. ദൈവം നൽകിയ മക്കളെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ചെറുപ്പം മുതലേ മൂല്യത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കണം. ഏറ്റവും ഒടുവിലായി നസ്രത്തിലെ തിരുകുടുംബം പോലെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തോട് ആലോചന ചോദിച്ച് ജീവിക്കുന്ന കുടുംബമായി മാറുവാൻ നമുക്കിടയാകട്ടെ. അങ്ങനെ എന്നും നിലനിൽക്കുന്ന ഒരു ദൈവാനുഭവം സ്വന്തമാക്കിക്കൊണ്ട് ഒരു എൽറോയി അനുഭവത്തിലേക്ക് വളരുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.